ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിക്കുമ്പോഴാണ് അത് നമുക്കൊരനുഗ്രഹമാകുന്നത്, നമുക്കൊരു വിടുതലാകുന്നത്. ഇവിടെ ഒരു വാക്കുണ്ട്, ബാക്കി വന്ന കഷണങ്ങൾ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ബാക്കി വന്ന കഷണങ്ങൾ. അവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്. പിന്നെ എങ്ങനെയാണ് ബാക്കി വരുന്നത്? ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ മേൽ വരുമ്പോഴാണ് മിച്ചമുണ്ടാകുന്നതും മെച്ചമുണ്ടാകുന്നതും. മിച്ചവും മെച്ചവും, രണ്ട് വാക്കുകൾ ഒരുപാട് മനുഷ്യർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ ജോലി? ബിസിനസ്സാണ്. എങ്ങനെ പോകുന്നു? ഒരു മെച്ചവും ഇല്ല, ഒന്നും മിച്ചവും ഇല്ല. എന്താ ജോലി ചെയ്ത്? ഞാനിങ്ങനെ ഈ കെട്ടിടം പണിയൊക്കെ ആയിട്ട് നടക്കുകയാണ്, കോൺട്രാക്ടറാണ്. എങ്ങനെയുണ്ട്? ഒരു മെച്ചവും ഇല്ല, ഒന്നും മിച്ചവും ഇല്ല. എന്താ ജോലി? എനിക്കൊരു ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും മെച്ചവും ഇല്ല, ഒന്നും മിച്ചവും ഇല്ല. എനിക്ക് 5-6 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട്, എല്ലാ ദിവസവും അധ്വാനവും ജോലിയും തിരക്കുവാ. ഒന്നും മിച്ചവും ഇല്ല, ഒന്നും മെച്ചവും ഇല്ല. ഈ മിച്ചവും മെച്ചവും ഒക്കെ വരണമെങ്കിൽ, ബാക്കി വയ്ക്കാൻ, അത് അനുഗ്രഹമാകത്തക്ക വിധം മെച്ചവും മിച്ചവും ഒക്കെ ആകണമെങ്കിൽ അത് ദൈവകരങ്ങളിലൂടെ അത് നമ്മുടെ ജീവിതത്തിൽ വരണം. നമുക്ക് കഴിവുണ്ട്, കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ബുദ്ധിയും ശക്തിയും സ്വാധീനവും അറിവും കുറച്ച് അനുഭവമൊക്കെ ഉണ്ട്, പോരാ. ദൈവകരങ്ങളിൽ ശിഷ്യന്മാരാ അപ്പം യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് യേശു അതിനെ എടുത്തുയർത്തി ആശീർവദിച്ച് അനുഗ്രഹിച്ച് അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചത്. നമ്മളെല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ, സാഹചര്യത്തെ, കഴിവിനെ, പഠിക്കുന്ന വിഷയത്തെ എല്ലാം ദൈവകരങ്ങൾ, വരുമാനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ആ ദൈവകരങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കുമ്പം അത് മിച്ചമുണ്ടാകാനും കാരണമാവും, മെച്ചമുണ്ടാകാനും കാരണമാവും. ശിഷ്യന്മാർക്ക് 7 അപ്പം കൊടുത്തിട്ട് ആരെങ്കിലും അതൃപ്തിയോടെ പോയോ? എല്ലാവരും തൃപ്തരായി എന്ന് എഴുതിയിട്ടുണ്ട്. അവർക്ക് മെച്ചമായിരുന്നത്. മിച്ചം വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. മെച്ചവും മിച്ചവും വേണം. നമ്മുടെ അധ്വാനം, സാമ്പത്തിക മേഖല, കൃഷിയിടം, വരുമാന മാർഗങ്ങൾ, കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, എന്തുമാകട്ടെ, നമ്മുടെ വരുമാന മാർഗങ്ങൾ നമുക്കൊരനുഗ്രഹമാകാൻ ഇപ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിലാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാണ്, ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല, ഒരെണ്ണം മേടിക്കാൻ പറ്റുന്നില്ല, വീട് ചോർന്നൊലിക്കുകയാണ്, ഒരു നല്ല വീടില്ല, വിവാഹം നടത്താൻ പറ്റുന്നില്ല, ആ കടമൊന്ന് വീട്ടിയിട്ട് വേണം ഈ പ്രശ്നമൊന്ന് പരിഹരിക്കാൻ, ആ ഹോസ്പിറ്റലിൽ പോകാൻ പോലും പണമില്ലാത്ത സാഹചര്യമാണ്. ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, എൻ്റെ ഇന്നത്തെ ആ ഇല്ലായ്മയെ, ആ ദാരിദ്ര്യത്തെ, ആ സങ്കടമുള്ള സാഹചര്യത്തെ, എന്തു ചെയ്യണമെന്നറിയാത്ത മരുഭൂമി പോലെ ഇരിക്കുന്ന സാഹചര്യത്തെ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ